കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പുഷ്പങ്ങൾ കുറവാണ്, എനിക്ക് തോന്നുന്നു ഇലകളാണ് ഈ 10 ചെടികളിൽ കൂടുതലായിട്ടുള്ളത്. ഈ 10 ചെടികളിലും 10 ദേവതമാർ വസിക്കുന്നു. നമ്മൾ ഈ ദുർവാദള ശ്യാമളം എന്ന് രാമനെ വർണ്ണിക്കുന്നു. ചിലപ്പോ ഈ ദുർവാ എന്ന് വെച്ചാൽ കറുകയാണ്. അപ്പൊ അതിന്റെ ഒരു നീല നിറമാണ് രാമനുള്ളത് എന്നുള്ളതാണ് അക്കാര്യം. ദശപുഷ്പങ്ങൾക്കെല്ലാം ഒരു സമാന സ്വഭാവം ഉണ്ടാവും. എല്ലാത്തിലും പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ് ശിരോരോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. സ്ത്രീജന്യമായ രോഗങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അഗസ്ത്യർ മുനിയുടെ ഭാഷയിൽ ലോകത്ത് ഒരു സ്ത്രീയും വന്ധ്യയായി ജനിക്കുന്നില്ല. അപ്പൊ സ്ത്രീകൾക്ക് വന്ധ്യത ഇല്ല എന്നാണ് അഗസ്ത്യന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു പുഷ്പമാണ് തിരുതാൾ. മുക്കുറ്റി ചാന്ത് ധരിക്കുന്ന സമയത്ത് നമ്മുടെ നെഗറ്റിവിറ്റി ശരീരത്തിലേക്ക് വരാതെ ഇരിക്കും. ഈ പഞ്ചഭൂത ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചൂടുക. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എത്രത്തോളം ആ വയറിനുണ്ടാവുന്ന വലിപ്പം, അതിന്റെ നീരിനെ എല്ലാം ചുരുക്കി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി ഈ ഇലമരുന്നുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ തീണ്ടാനാഴിക്ക് അല്ലെങ്കിൽ മുക്കുറ്റിക്കുണ്ട്. ദശപുഷ്പങ്ങൾ ചൂടി നിൽക്കുന്ന മലയാളി മംഗമാർ എന്ത് സൗന്ദര്യമുള്ള കാഴ്ചയാണല്ലേ. പ്രത്യേകിച്ച് ഈ രാമായണ മാസത്തിൽ നമുക്കറിയാം ദശപുഷ്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ദശപുഷ്പങ്ങൾ എന്നും ഏതൊക്കെയാണ് ആ പുഷ്പങ്ങൾ എന്നും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് പള്ളിമംഗലത്ത് ജയകൃഷ്ണനാണ്. ജയകൃഷ്ണയുടെ നമസ്കാരം. ഇപ്പൊ ഈ ദശപുഷ്പങ്ങൾ നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുണ്ട്. ദശപുഷ്പം ചൂടി നിൽക്കുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്ത്രീകളെയൊക്കെ വളരെ വലിയ രീതിയിൽ മനോഹരമായ രീതിയിൽ വർണ്ണിച്ച പാട്ടുകളൊക്കെ നമുക്കുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാലോ? ദശപുഷ്പങ്ങൾ സ്വതവേ കേരളത്തിൽ ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമാണ് പച്ചമരുന്ന് ചികിത്സ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് ദേശങ്ങളിലോ ഒന്നും കാണാത്ത പല ഔഷധ സസ്യങ്ങൾ ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ധാരാളം പറയും. പക്ഷേ ദശപുഷ്പങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കേരളത്തിൻ്റെ മാത്രം എന്ന് പറയാനും പറ്റില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ തനതായ ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമായ ചക്രതത്വം, ഇത്തരത്തിലുള്ള മലയാള സമ്പ്രദായത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ഇത് നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിലും എല്ലാം കാണാൻ സാധിക്കും. ഇപ്പം നാരദീയ സംഹിതയായാലും ചരക സംഹിതയായാലും ഒക്കെ ദശപുഷ്പങ്ങളിലെ പലതരം പ്രയോഗങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും. കേരളത്തിൽ വിശിഷ്യ ഇതിന് ചില ആചാരക്രമങ്ങളും ചില ഔഷധ പ്രയോഗങ്ങളും കേരളത്തിൽ ധാരാളം ലഭ്യമായതുകൊണ്ട് ചെയ്യാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനുത്തിരുവാതിര അത്തരം സാഹചര്യങ്ങളാണിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത് കർക്കിടകം. ധനുവിലും കർക്കിടകത്തിലുമാണ് ആചാരപരമായി നമ്മളത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് എല്ലാ സ്ത്രീകളും ദശപുഷ്പങ്ങൾ ശേഖരിച്ച് അത് ശിവക്ഷേത്രത്തിൽ ഒരുമിച്ച് കൊണ്ടുവരികയും കന്യകകളായ സ്ത്രീകൾക്ക് പ്രത്യേകം, വിവാഹിത കുടുംബിനികളായവർക്ക് പ്രത്യേകം, ഇങ്ങനെ പലതരം ആചാരങ്ങൾ കേരളത്തിൽ ദശപുഷ്പവും ആയി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ പാതിരാ പൂജകൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പാതിരാ പൂജകൾ ഉപയോഗിക്കുന്നത് ദശപുഷ്പങ്ങൾ. അപ്പോൾ അതിന് ആരോഗ്യപരമായും ഒരു ശാസ്ത്രം ഓരോ ചെടിക്കുമുണ്ട്. അതുപോലെ തന്നെ ഈ 10 ചെടികളിലും 10 ദേവതമാർ വസിക്കുന്നു എന്നൊരു വിശ്വാസ പ്രമാണം കൂടി അതിനുണ്ട്. അപ്പോൾ രണ്ടാമത് ഈ പാതിരാ പൂജകൾ എന്ന് പറയുമ്പോൾ തിരുവാതിരയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു ചടങ്ങാണ്. എന്നാൽ അതിന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഈ പാലയ്ക്ക് നീര് കൊടുക്കുക, അങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അപ്പോൾ അമ്പലത്തിലൊരു പാലമരം ഉണ്ടാവും. അപ്പോൾ അതിന് ജലം കൊടുത്തിട്ട് ആണ് ദശപുഷ്പം ചൂടുന്ന, ഈ പാതിരാ പൂജ ചൂടുന്ന ഒരു ചടങ്ങ് നടക്കും. മറ്റൊരു കാര്യം, കുടകപ്പാലാതൊരു മരമുണ്ട്. നല്ലോണം കയ്പുള്ള ഒരു വിത്താണ് അതിനകത്തുള്ളത്. അത് അതിൻ്റെ കയ്പ് അറിഞ്ഞാൽ പിന്നെ നമ്മളത് സ്മരിക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും, അത്രത്തോളം കയ്പാണ്. അപ്പോൾ ആ കുടകപ്പാലയുടെ ഇല കുമ്പിൾ കൂട്ടി അതിൻ്റെ ഉള്ളിൽ ഈ ദശപുഷ്പങ്ങളുടെ നീര് എടുത്തിട്ട് അത് സേവിക്കുന്ന ഒരു ചടങ്ങ് ഈ ധനുത്തിരുവാതിരയുമായി ചേർന്നിട്ടുണ്ട്. കർക്കിടകത്തിൽ ഇപ്പോൾ ശ്രീപോതിക്ക് വയ്ക്കുക എന്നൊക്കെ വടക്കൻ കേരളത്തിൽ പറയും. ഇവിടെ തെക്കോട്ടൊക്കെ ഭഗവതി സേവ ഇത്തരത്തിലുള്ള പേരുകളാണ് അറിയപ്പെടുക. അതുപോലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിക്കും ദുർഗയ്ക്കും ശാസ്താവിനുമൊക്കെ കളമെഴുത്തും പാട്ടും ഇത്യാദി ആചാരങ്ങൾ നടക്കാറുണ്ട്. സർവോപരി രാമായണ മാസവുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ വിശദാംശം നമുക്ക് നോക്കാം.
ഈ ദശപുഷ്പങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ പുഷ്പങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പുഷ്പങ്ങൾ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇലകളാണ് ഈ പച്ചച്ചെടികളിലും കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതെന്തുകൊണ്ടാണ് പിന്നെ ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നത് അറിയാം? ശരിയായൊരു ചോദ്യമാണ്. പക്ഷേ ചില പുസ്തകങ്ങളിൽ പോലും, വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ പോലും കറുകയ്ക്ക് പൂവില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റാണ്. 10നും പൂവുണ്ട്, പക്ഷെ പൂവ് വളരെ ചെറുതായിരിക്കും. ഇതിൽ ഏറ്റവും വലിയ പൂവ് തിരുതാളിക്കാണ്. അത് നല്ലവണ്ണം വിരിഞ്ഞ് കോളാമ്പി പോലെ ഇരിക്കുന്ന 2 തരം വെളുത്ത തിരുതാളിയും ഉണ്ട്, ഈ നീല പോലത്തെ ഒരു റോസ് കളർ വരുന്ന തിരുതാളിയും ഉണ്ട്. പക്ഷെ എല്ലാത്തിനും പുഷ്പമുണ്ട്, പക്ഷെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് അത്ര ഔഷധ വീര്യം കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ ഈ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂവിൻ്റെ മാത്രമല്ല, അതിൻ്റെ സമൂലമായി അതിനൊരു വലിയ ഗുണമുണ്ട്. 10ലും പൂവുണ്ട്. കറുകയ്ക്കും ചെറിയൊരു പൂവുണ്ട്, 2 നിറത്തിലാണ് അതിൻ്റെ പൂ വരിക. കറുക ചെറിയൊരു നീല നിറമുള്ള തണ്ടോട് കൂടിയ കറുകയുമുണ്ട്, തനി പച്ചയിലുള്ള കറുകയുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദുർവാദള ശ്യാമളം എന്ന് രാമനെ വർണ്ണിക്കുമല്ലോ, അതിലിപ്പോൾ ഈ ദുർവ എന്ന് വെച്ചാൽ കറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നീല നിറമാണ് രാമനുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 10നും പൂവുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നിനെയായിട്ട് അതിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ദേവന്മാരെയൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കറുകച്ചെടി. ഇതിന് തമിഴിൽ അറുകൻ പുല്ലെന്നാ പറയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദുർവ, പിന്നെ അനന്ത, ഇങ്ങനെയുള്ള ധാരാളം പേരുകൾ ഇത് അറിയപ്പെടും. അപ്പോൾ ഈ കറുക അർക്കനെ, അതായത് സൂര്യനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സസ്യം കൂടിയാണ്. അപ്പോൾ ആ സൂര്യൻ്റെ ഗുണങ്ങളെല്ലാം അഗ്നി ഗുണത്തോടു കൂടിയതുമാണ്. എന്നാൽ സമാനമായ സ്വഭാവമുള്ള വേറെയും ചെടികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എരിക്കിൻ്റെ സംസ്കൃതത്തിലെ പേര് അഗ്നിപത്രം, അതായത് സൂര്യനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സസ്യങ്ങളുടെ സ്വഭാവമാണ് ആ പറഞ്ഞത്. പക്ഷേ എരിക്കിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ കറുക നമുക്ക് നേരിട്ട് സമൂലമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വൈദ്യ നിർദ്ദേശാനുസരണം, അല്ലെങ്കിൽ മാത്രം അറിയുന്നവർ. കാരണം ഇത് ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ മലബന്ധം ഉണ്ടാവാനും കാരണമാകും ചിലപ്പോൾ. അങ്ങനെ ഒരു സ്വഭാവം അതിനുണ്ട്. ഇത് പ്രധാനമായും ഇതിൻ്റെ ഒരു രാസ സ്വഭാവത്തിലൊരു സവിശേഷത. ഇത് പുല്ലാണ്, പിഴിഞ്ഞാൽ നീര് കിട്ടുമെന്നാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ബാഷ്പശീല തൈലം എന്നാണ്, ഒരു ചെറിയ എണ്ണയുടെ അംശം കൂടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സവിശേഷത ഇതിനുണ്ട്. അപ്പോൾ അത് സാധാരണ ഈ കഫ പിത്തഹരമാണ്. അതുപോലെ മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇത് മൂത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ധാരാളം മൂത്രം പോകുന്നത് കൊണ്ട് ശരീരത്തിൽ നീര് കുറയും. അങ്ങനെ ഒരു ശക്തിവിശേഷം ഇതിനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിവിശേഷം ഉണ്ടാകാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ തലച്ചോറിന് തകരാറ് വന്നിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം വന്നിട്ടോ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്ക് അത്രയും പറയുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുത്താൽ അവർക്ക് ബുദ്ധിവികാസം, അതിൻ്റെ നീര്, അത് ഓരോ കുട്ടിയെയും വൈദ്യനിർദ്ദേശാനുസരണം വേണ്ടത്ര മാത്രമേ അത് കൊടുത്താൽ ഭയങ്കരമായി ബുദ്ധിവികാസം ഉണ്ടാവും എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗുണം, ഈ വിചർച്ചിക എന്ന് പറയും, ത്വക്ക് രോഗം, അതൊരു പടരുന്നൊരു ത്വക്ക് രോഗം, അതുപോലെ ചൊറിച്ചിൽ ഇത്യാദി കാര്യങ്ങൾക്ക് വെളിച്ചെണ്ണ കൂട്ടി ഇത് ഉപയോഗിക്കാറുണ്ട്, എണ്ണ കാശി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മൂക്കിൽ കൂടി രക്തം വരുന്ന രോഗമുണ്ടല്ലോ, നമ്മൾ മണ്ടപ്പീനസം എന്നൊക്കെ പറയും. അപ്പോൾ അതിനും ഇതുകൊണ്ട് നർസിങ് ചെയ്യും. അത്ര ശക്തിവിശേഷമാണ് കറുകയ്ക്കുള്ളത്. പിന്നെ ഇത് ചില രോഗികളിൽ, മുതിർന്നവർ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് അതുകൊണ്ട് നസ്യം ചെയ്യാറുണ്ട്. ചൂർണ്ണ നസ്യം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളും കറുകയ്ക്കുണ്ട്. കറുക നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ ഒരു സർവ്വരോഗ സംഹാരി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. നമ്മൾ ഹോമദ്രവ്യമായി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗണപതി ഹോമത്തിനാണെങ്കിലും ബലികർമ്മങ്ങൾക്കാണെങ്കിലും ഉപയോഗിക്കാറുണ്ട്. കാരണം അതിന്റെ അഗ്നിവീര്യം, രോഗാണുനാശക സ്വഭാവം, ഇത് ആ അഗ്നിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ആ ധൂപത്തിൽ കൂടി അന്തരീക്ഷത്തിൽ പടരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെ. കറുകയുടെ വേറൊരു സവിശേഷതയാണ് പൈൽസ് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. പൈൽസിന് ചികിത്സ നമ്മൾ വിധിപ്രകാരം ഓരോ ആളിന് ഏത് തരത്തിലുള്ള പൈൽസ് പലതരത്തിലുണ്ട്, അത് തിരിച്ചറിഞ്ഞ് ചെയ്യണം. പക്ഷേ ഈ ബ്ലീഡിങ്ങിനെ നിർത്താൻ പശുവും പാലിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ ഇല അരച്ച് അതിൻ്റെ നീര് കൊടുക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ആ നീര് നിർത്തും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി.
ഇനിയിപ്പോ അടുത്തത് വിഷ്ണുക്രാന്തിയാണ്. അതെ, വിഷ്ണുക്രാന്തിയാണ് ഈ എൻ്റെ കയ്യിലുള്ളത്. ആ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു 1/2 മീറ്ററോളം വീണ്ടും വളരും. ഇത് 2 നിറത്തിലുണ്ട്. ആ. വെളുത്ത പുഷ്പങ്ങളോട് കൂടിയതുമുണ്ട്, നല്ല നീല പുഷ്പങ്ങളോട് കൂടിയതുണ്ട്. വളരെ മനോഹരമായ പുഷ്പമാണ്, അതിൻ്റെ ഭംഗി വളരെ വലുതാണ്. അപ്പോൾ ഇതിന് സാധാരണ വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത് പോലെ കൃഷ്ണക്രാന്തി എന്നും ഹരിക്രാന്ത എന്നും ഒക്കെ പല പേരുകൾ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അതിനൊരു ദേവതയുണ്ടെന്ന് മനസ്സിലാക്കാറുണ്ട്. അത് മഹാവിഷ്ണുവാണ് അതിൻ്റെ ദേവത. അപ്പോൾ ഇത് സാധാരണ ബുദ്ധിശക്തിക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ സ്വഭാവം എന്താണ്? സ്ഥിതി ചെയ്യുക. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞനാക്കുക. അപ്പോൾ ആ സ്വഭാവം ഇതിനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ജ്വരഹരമാണ്. പലതരം പനികൾക്ക് ഇത് ഔഷധമായി പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. കഷായമാക്കി, അല്ലാതെ നീര് കൊടുത്തിട്ടും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു വലിയ ശക്തിയുള്ളത്, നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ചില ഇൻഫെർട്ടിലിറ്റി രോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത് വളരെ പ്രയോജനം. ഇതിനൊരു സന്താനോൽപാദന ശക്തി അതിനുണ്ട്. അപ്പോൾ രക്തശുദ്ധി, അതുപോലെ ഇതൊരു കേശവർദ്ധനി കൂടിയാണ്. മുടി നല്ലപോലെ വളർത്താൻ എണ്ണയാക്കി തേക്കാം. ചില ദേശങ്ങളിൽ താളിയാക്കിയും ഇത് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ താളിയോടൊപ്പം അരച്ചു ചേർത്തും ഇത് ഉപയോഗിക്കാറുണ്ട്. തലച്ചോറിന്റെ ബലഹീനതയ്ക്കും ഇത് പറ്റിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദശപുഷ്പങ്ങൾക്കെല്ലാം ഒരു സമാന സ്വഭാവം ഉണ്ടാവും. എല്ലാത്തിലും പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ് ശിരോരോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതിന് അങ്ങനെ ഒരു സവിശേഷത കൂടി ഉണ്ട്. അപ്പൊ അടുത്തത് ഇനി തിരുതാളിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് വളരെ നീളത്തിൽ വളർന്നു പോകുന്ന ഒരു വള്ളിയാണ്. വളരെ ദൂരം ഇത് പടർന്നു പോകും. ഇതിൻ്റെ ഒരു സവിശേഷത, വളരും തോറും ഈ വേര് ബലപ്പെട്ട് ഓരോ ദിക്കിലേക്കും വലിയ വലിയ ചെടികൾ പോലെ. നമ്മൾ ഈ വള്ളികളെ തപ്പി ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിലേക്ക് വന്നാൽ ഇതൊരു വലിയ വേരായിട്ട് അങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലിയ പൂവും ഇതിനാണ്. ഈ നേരത്തെ പറഞ്ഞ മാതിരി 2 നിറത്തിലുള്ള പൂക്കൾ ഇതിനുണ്ട്. ഇതിന് മറ്റൊരു പേര് പറയുന്നത് ലക്ഷ്മണ എന്നാണ്. അപ്പോൾ ലക്ഷ്മണാരിഷ്ടം മുതലായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക. സ്ത്രീജന്യമായ രോഗങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അഗസ്ത്യർ മുനിയുടെ ഭാഷയിൽ ലോകത്ത് ഒരു സ്ത്രീയും വന്ധ്യയായി ജനിക്കുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്ക് വന്ധ്യത ഇല്ല എന്നാണ് അഗസ്ത്യരുടെ അഭിപ്രായം. അപ്പോൾ അത്തരത്തിൽ ഉള്ള അസുഖങ്ങൾ കാരണം ഇപ്പോൾ ഗർഭാശയത്തിനകത്ത് ഗുൽമവായുവിൻ്റെ ഉപദ്രവം ഉണ്ടാവുക, അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിലായിരിക്കും സ്ത്രീകൾക്ക് വന്ധ്യത എന്ന് ആരോപിച്ച് ആ ചികിത്സ ഉപേക്ഷിക്കും. എന്നാൽ ഉപേക്ഷിക്കേണ്ട ആവശ്യം ഇതിനെ നമുക്ക് ആശ്രയിക്കാം. അപ്പൊ ലക്ഷ്മണാരിഷ്ടം ഒക്കെ ഉപയോഗിക്കുന്നത് അത്തരം ചികിത്സകളിലാണ്. എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മണ എന്നുള്ള പേര് വന്നിട്ടുണ്ടാകുക? എനിക്ക് തോന്നുന്നു ലക്ഷ്മണൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനല്ല, കാർക്കശ്യ സ്വഭാവക്കാരനാണ്. 2, അദ്ദേഹം ആനന്ദന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഇത് പടർന്നു പോകുന്നത് കൊണ്ടും അതുപോലെ തന്നെ അത് ഏറ്റവും ഉഗ്രവീര്യമുള്ളത് കൊണ്ടും അങ്ങനെ പറയുന്നതാവാം. പിന്നെ ഇത് ശരിക്കും ഇതിന്റെ ദേവത എന്ന് പറഞ്ഞാൽ പക്ഷേ ലക്ഷ്മണനുമല്ല, ഇന്ദിരാദേവിയാണെന്നും ലക്ഷ്മിയാണെന്നും 2 പക്ഷം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ പൂ ചൂടിയാൽ, ഈ പാതിരാ പൂ ചൂടല്ലേ ഇതിന്റെ ഒരു സവിശേഷത, ഇത് ഐശ്വര്യം ഉണ്ടാക്കും എന്നാണ് പറയുക. അപ്പൊ ഈ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലല്ലല്ലോ, അഷ്ടൈശ്വര്യങ്ങളാണെന്നല്ല പറയാം. അണിമ, ഗരിമ, മഹിമ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉണ്ടല്ലോ. ഈശിത്വം, വശിത്വം, പ്രാകാശ്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു പുഷ്പമാണ് ദശപുഷ്പങ്ങളിൽ ഈ തിരുതാളി. അപ്പൊ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത് സൗന്ദര്യവർദ്ധന. ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞോണ്ട രാമായണത്തിൽ ലക്ഷണമൊത്തവൻ, ലക്ഷണാന്വിതനായ അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ത്രീകളുടെ വന്ധ്യത മാറ്റാൻ കൺകണ്ട ഔഷധമാണ്. നമ്മൾ ഒന്നുമില്ലാതെ തന്നെ ഇത് ഉപയോഗിക്കാം, നേരിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലക്ഷ്മണാരിഷ്ടം ഉപയോഗിക്കാം, ഇത് കഷായം വെച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലയും സമൂലം ചൂർണമാക്കിയും പാലിൽ കാച്ചിയൊക്കെ ഈ സ്ത്രീകളുടെ വന്ധ്യതയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും വലിയ പൂവെന്നുള്ളതും ഇത്രയും വീര്യമെന്നുള്ളതും സൗന്ദര്യം വർദ്ധിക്കുമെന്നുള്ളതും ഐശ്വര്യം ഉണ്ടാക്കുമെന്നുള്ളതും ഈ തിരുതാളിയുടെ പ്രത്യേകതകളാണ്. ഇത് പൂവാങ്കുരുനിലയാണ് അല്ലേ? അതെ, പൂവാങ്കുരുനില സാധാരണഗതിയിൽ ഇതിന് സഹദേവി എന്നൊരു പേരുണ്ട്. അപ്പോൾ സഹസ്രയോഗ വിധിയിൽ സഹദേവി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ഔഷധത്തെ കുറിച്ച് പറയും. ആ സഹദേവി ഇതാണ്.
അപ്പോൾ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഉത്തമ കന്യാപത്രം എന്നതിനെ പറയും. എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം പിടികിട്ടി കാണുന്നത്. അതെ, ഉത്തമയായ ആ കന്യകകൾക്ക് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഇലയാണ്. സമൂലം ആ സാഹചര്യത്തിൽ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഉത്തമ കന്യാപത്രം എന്നുള്ള ഒരു പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. പെൺകുട്ടികൾക്ക്, അവിവാഹിതകളായ കുമാരികളായ പെൺകുട്ടികൾക്ക് സ്വതവേ വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് മേഹവാതം. എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഹീറ്റ് വർദ്ധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ വെള്ളപ്പോക്ക്, അതായത് വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള പലതരം രോഗങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങളിൽ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ താപത്തിനെ കുറയ്ക്കുക. ആ മെറ്റബോളിസം വർദ്ധിച്ചാൽ തലമുടി കൊഴിയുക, നമ്മുടെ പൂറ്റി വെടിക്കുക, ഇത്തരത്തിലുള്ള സന്ധിവേദന വരിക, ഈ സന്ധികളിലെ കാർട്ടിലേജ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും, ആ കൊഴുപ്പിൻ്റെ ഒരു ആവരണം. ആ സാഹചര്യങ്ങളിലൊക്കെ ശരീരതാപത്തെ കുറയ്ക്കാൻ കണ്ടൊരു ഔഷധമാണിത്. മറ്റൊരു പ്രധാന സവിശേഷത, ഇത് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതായത് മൂത്രക്രച്ഛ്രം എന്ന് പറയുന്ന ഒരു രോഗത്തെ സംസ്കൃതത്തിലെ പേരാണ്. അത് പറയുന്നത് വെച്ചാൽ മൂത്രനാളിയുടെ ചുരുക്കം കാരണം മൂത്രം പോകാതെ വരുന്ന ഈ ശ്രോത്രോബന്ധം എന്ന് പറയുമല്ലോ, ഈ അടഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ മൂത്രനാളിയെ ഇത് വികസിപ്പിക്കും. അപ്പോൾ ഇത് മൂത്രമാണോ എന്ന് ചോദിച്ചാൽ തിരുതാളിയുടെ അത്രയും അല്ലെങ്കിലും, പക്ഷെ ഇതിന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കാരണം ഈ സ്രോതസ് തുറക്കുകയും മൂത്രം തിരിഞ്ഞ് പുറത്തു പോവുകയും ചെയ്യും. അത് കാരണം ശരീരത്തിലെ നീര് വറ്റിക്കുന്ന സ്വഭാവം ഇതിനുണ്ടാകും. അതുപോലെ തന്നെ തേൾ വിഷത്തിന് കണ്ട ഔഷധം. തേള് കുത്തിയാൽ ഇത് അരച്ചു പുരട്ടുകയും രാവിലെ വെറും വയറ്റിൽ ഇതിൻ്റെ നീര് സേവിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പനിക്കും നല്ലതാണ്, ജ്വരഹരമാണത്, രക്തശുദ്ധി ഉണ്ടാക്കും, ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. വേറൊരു വലിയ ഗുണമുണ്ട്, മലേറിയ മാറ്റും. മലേറിയയ്ക്ക് കണ്ട ഒരു ഔഷധമാണ് ഈ പൂവാങ്കുരുന്നില. നാട്ടിൻപുറങ്ങളിൽ ഈ ചെങ്കണ്ണ് നമ്മൾ പറയുമല്ലോ, കണ്ണ് ഇൻഫെക്ഷൻ വരുന്നത്, ആ ചെങ്കണ്ണിന് ചന്ദനം കൂട്ടി അരച്ചിട്ട് അത് പശുവും പാലിലോ പിന്നെ മുലപ്പാലിലോ ചേർത്തിട്ട് അത് തുണി കൊണ്ട് അരിച്ച് കണ്ണിൽ ഇട്ടിച്ചാൽ വളരെ പെട്ടെന്ന് 3 ദിവസം കൊണ്ടൊക്കെ ചെങ്കണ്ണ് പൂർണ്ണമായി മാറും, ഈ ഇൻഫെക്ഷൻ വിട്ടുപോകും. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇതാണ് പൂവാങ്കുരുന്നില. ഇത് സഹദേവി എന്നൊരു പേര്. ഇത് അരച്ചിട്ട് ചാലിച്ചിട്ട് തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. അരിഷ്ടം ചൂർണം അങ്ങനെയില്ല. ഇതിന് ഈ ഒരു പ്രയോഗമാണ് ഇതിന് സാധാരണ. പിന്നെ ഇതൊരു കേശവർദ്ധനി കൂടിയാണ്. അപ്പോൾ താളിയായിട്ടല്ല, ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഈ കൈതോന്നിയും ഇതും കൂട്ടിയാൽ വളരെ സവിശേഷം. ഇത് രണ്ടും മാത്രം മതി. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കൈയോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി, നമ്മുടെ തെക്കോട്ട് കൈ തോന്നി എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ മതി, മറ്റൊന്നും വേണമെന്നില്ല. കേശവർദ്ധകമാണ്, കഫകരമാണ്. അത് രണ്ടും ചേരുമ്പോൾ അങ്ങനെ ഒരു വീര്യം അതിനുണ്ടാകും. അപ്പൊ ഇതാണ് നമ്മുടെ പൂവാങ്കുരുന്നിലയ്ക്കൊപ്പം പറഞ്ഞ കൈതോന്നി. കൈയോന്നി എന്നും കഞ്ഞുണ്ണി എന്നും ഇതിന് മറ്റു ചില പേരുകളുണ്ട്. കേശവർദ്ധിനി എന്നും കേശരാജൻ എന്നും ഒക്കെ ഇതിനെ പറയാറുണ്ട്. കേശവർദ്ധിനി എന്ന് പറഞ്ഞ മറ്റൊരു ചെടി കൂടി ഉണ്ട്. കേശം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കേശവർദ്ധിനി എന്ന് തന്നെ വിളിക്കുന്നതാണ്. കേശവർദ്ധിനി എന്ന് മാത്രം പേരുള്ള മറ്റൊരു സസ്യം കൂടി ഉണ്ട്. ഇതിന്റെ തേകരാജൻ എന്ന് പറയും. ത്യാഗരാജൻ അല്ല, തേകരാജൻ. അപ്പൊ ഇതിന്റെ വളരെ വലിയ പ്രയോഗങ്ങൾ ആയുർവേദത്തിൽ ധാരാളം കാണും. അതുപോലെ ഭൃംഗരാജൻ എന്നും ഭൃംഗൻ എന്നും ഒക്കെ. അതെ, അത് ഹെയർ ഓയിൽ അങ്ങനെ പരസ്യത്തിലൊക്കെ പറയുന്നത്. അതിന് കാരണം എന്താ? ഭൃംഗം എന്ന് വെച്ചാൽ എന്താ? വണ്ട് എന്നാണ്. അപ്പൊ ആ വണ്ടിന്റെ നിറത്തോടു കൂടിയ തലമുടിയെ സൃഷ്ടിക്കുക. അത്ര ഇരുണ്ട തലമുടിയെ സൃഷ്ടിക്കും, തിളക്കമുള്ള തലമുടിയെ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഇവന് തേകരാജൻ. ഇതിന്റെ ദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ്. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചഭൂത ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചൂടുക. ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം പഞ്ചഭൂത ശാന്തി, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇത്യാദികളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ സമീകരിച്ച് നമുക്ക് ശരീരത്തിന് ആ പഞ്ചഭൂതങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടുള്ള ഇതുണ്ടാവാതെ, പഞ്ചഭൂതങ്ങളെല്ലാം ഒരേപോലെ അല്ല ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടത്. 1:2:3:4:5 അങ്ങനെയാണ് വരിക. അപ്പോൾ അതിനെ കൃത്യമായി അതിൻ്റെ അനുപാതത്തെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനാണ് ഈ തേകരാജൻ. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ചില പ്രയോഗങ്ങൾ അഗസ്ത്യ വൈദ്യ ചന്ദ്രികയിൽ തേകരാജരസചൂർണം എന്നൊരു മരുന്നിനെ കുറിച്ച് പറയും. മറ്റൊന്നുമില്ല ഇതിനകത്ത്. ഇതിൻ്റെ നീര്, സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കുരുമുളക്
ഇട്ട് അതിനെ അടുപ്പിൽ വെച്ച് വേവിക്കും. ആ. അത് വെന്ത് ഈ നീര് മുഴുവൻ വറ്റിപ്പോണം. ഈ ചാറ് മുഴുവൻ വറ്റിയതിന് ശേഷം അതിനകത്ത് പഞ്ചമൻ പഴുക്ക അങ്ങനെ തുടങ്ങി ചില അങ്ങാടി മരുന്നുകൾ കൂടി ഉണ്ട്. അത് ചേർത്ത് നല്ല പോലെ ഇടിച്ച് പൊടിച്ച് ചൂർണമാക്കി. അതാണ് തേകരാജ രസചൂർണം. രസമാണല്ലോ ചേർക്കുന്നത്. അപ്പൊ അത് പിന്നീട് തേനിൽ ചാലിച്ച് കഴിച്ചാൽ ന്യൂമോണിയ ഉൾപ്പെടെ നല്ല പഴുപ്പും കഫവും ഒക്കെ വരുന്ന രോഗങ്ങൾ, ഇൻഫെക്ഷൻ ഉൾപ്പെടെ ഇത് മാറ്റാൻ ഇതിന് ശക്തിയുണ്ട്. പിന്നെ തലയിൽ തേക്കാനുള്ള എണ്ണയിൽ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. കഫവും വാദവും ശമിപ്പിക്കാൻ ഇതിന് ശക്തിയുണ്ട്. വേദന നല്ലൊരു പെയിൻ കില്ലറാണ്. വേദനയും നീരും ഒക്കെ ഉള്ളിടത്ത് നമുക്ക് അരച്ച് പുരട്ടാവുന്നതാണ്. പിന്നെ ഇത് ധാരാളം സുലഭമായി വളരുന്നതാണ് കേരളത്തിൽ. കാരണം എല്ലാ വയലുകളിലും ഈർപ്പമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് തിരിച്ചറിയാൻ ഇതിന് വെളുത്ത പൂക്കൾ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടി നീല നിറത്തിലുള്ള പൂക്കളെ കണ്ടുവരുന്നു. ഇതില് മഞ്ഞപ്പൂക്കളുള്ള അതൊരു നല്ല കാര്യമാണ്. ആ ചോദിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മഞ്ഞപ്പൂക്കളുള്ള കൈതോന്നിയെ കുറിച്ച് പറയുന്നു. ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. അത് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്താണ് കണ്ടത്. പക്ഷെ അത് അങ്ങനെ സുലഭമായി കിട്ടുന്നില്ല. അത് കിട്ടിയാൽ ഈ വാദഹരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിറവാദം, അതായത് നമ്മുടെ പാർക്കിൻസൺസ് എന്ന് പറയും, ആ അവസ്ഥയിൽ ഈ മഞ്ഞ കൈയോന്നി ഉപയോഗിച്ച് ചികിത്സ പറയുന്നുണ്ട്. അത്ര സവിശേഷമായ ശക്തി ഉള്ളവനാണിത്. പിന്നെ ഇത് വ്രണ ചികിത്സയിൽ നമുക്ക് ഉപയോഗിക്കാം. മുറിവുകൾക്ക് ഇതിന്റെ ഇല ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ അത് തൂറ്റി കൊടുത്താൽ മുറിവുകളെല്ലാം കയറും. ഇനി ചെറിയ ഉള്ളിയും കൂട്ടി ഇതിന്റെ ഇല ഒന്ന് ചതച്ച് വെച്ച് കെട്ടിയാലും മുറിവ് ഉണങ്ങും. വലിയ സ്റ്റിച്ച് പോലും വേണ്ടാതെ തന്നെ ഉണക്കിയെടുക്കാൻ ഇതിന് അങ്ങനെ ഒരു ശക്തി കൂടി ഉണ്ട്. അതുപോലെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് എണ്ണ ചേർക്കുന്നതിൽ ഒരു ഉദ്ദേശം അതാണ്. നമ്മുടെ തലയിൽ തേൽക്കുന്ന എണ്ണയിൽ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അതും കൂടിയാണ്. കാഴ്ച ശക്തി വർദ്ധിപ്പിക്കും. മറ്റൊരു ശക്തി, ഇത് എല്ലാ ദിവസവും ഒരു 10 ഇല നമ്മൾ നുള്ളിയെടുത്ത് രാവിലെ ചവയ്ക്കുകയാണെങ്കിൽ ചവയ്ക്കുന്ന സമയത്ത് ചെറിയ ഒരു കയ്പും ഒരു വല്ലാത്ത രുചിയുണ്ട്. ഒരു പച്ചിലയുടേതായ രുചിയുണ്ടല്ലോ. അത് നമ്മളിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മധുരിക്കും. കുറച്ചധികം ചെല്ലുമ്പോൾ മധുരിക്കും. അപ്പോൾ അതിനെ ഇറക്കുക. മോണകളും പല്ലുകളും ഉറക്കും. ആടിക്കൊണ്ടിരിക്കുന്ന പല്ലുകൾ പോലും ഉറക്കും. അത്ര ശക്തി വിശേഷമുള്ളതാണ് ഈ കഞ്ഞുണ്ണി, അല്ലെങ്കിൽ കൈതോന്നി, അല്ലെങ്കിൽ തേകരാജൻ, അല്ലെങ്കിൽ ഭൃംഗരാജൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യം. അപ്പോൾ ഇനിയുള്ളത് മുക്കുറ്റിയാണ്. മുക്കുറ്റിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ദശപുഷ്പം എന്ന് പറയുന്നത് മുക്കുറ്റി ആയിരിക്കും. അത് ഈ ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ പാടുമല്ലോ, മുക്കുറ്റി എന്നുള്ള. മുക്കുറ്റി പാർവതീ ദേവി, ശ്രീ ഭദ്രകാളി രണ്ടും ഒന്നാണല്ലോ. അപ്പോ ദേവത അതാണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു സ്വഭാവവും വീര്യവും ആ ശ്രീപാർവതിയോളം മഹത്വം ഇതിന് പറയും. അപ്പോൾ ഇതിന് നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ ഒന്നിന്റെ പേരാണ് അലംബുഷ. അലംബുഷ എന്ന് പറയും. ആ അലംബുഷ, ആ നാഡിയുടെ പേര് തന്നെ ഈ സസ്യത്തിന് ഉണ്ട്. അതുപോലെ തന്നെ തീണ്ടാനാഴി എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോൾ എന്നുവെച്ചാൽ ഒരു നാഴിയേക്കാൾ ഉയരത്തിലേക്ക് അവൻ പോകില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ ലക്ഷണത്തിന് വേണ്ടി അങ്ങനെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് ഇതിന്റെ പൂ വിടർന്നു വരുമ്പോൾ ഇതിലിപ്പോ വിരിഞ്ഞ പൂവില്ല, വരുമ്പോൾ ഒരു മഞ്ഞ കളറിൽ കോളാമ്പി പോലെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പൊ തീണ്ടാൻ പറ്റാത്തത്, തൊടാൻ പറ്റാത്തത് എന്നുള്ള ഒരു അർത്ഥം കൊണ്ടായിരിക്കാം ഈ ഇങ്ങനെ ഒരു പേര് പറയുന്നത്. ഇത് വയറിളക്കം, ചുമ, കഫക്കെട്ട്, ഗുണേറിയ, പിന്നെ ഗർഭാശയ ശുദ്ധി, ഇത്തരം കാര്യങ്ങൾക്കാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അപ്പൊ നമുക്കറിയാം ഈ കേരളത്തിൽ ഈ പ്രസവാനന്തര ചികിത്സ വരുന്ന ഒന്നാണ് ഈ കുറുക്കുകൾ, ഇലകൾ കൊണ്ടുള്ള കുറുക്കുകൾ കൊടുക്കുക. അപ്പൊ ഇന്നത്തെ കാലത്ത് ചില ദുഷ്പ്രചരണങ്ങളൊക്കെ അതിന്റെ പേരിലുണ്ട്. അത് കഴിച്ചാൽ ഭയങ്കരമായി കടിവയ്ക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ പഥ്യങ്ങളൊന്നും പാലിക്കാത്തിട്ടാണ് അങ്ങനത്തെ ദോഷവശങ്ങൾ കാണുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം ശരീരത്തെ ചുരുക്കുന്നതാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എത്രത്തോളം ആ വയറിനുണ്ടാവുന്ന വലിപ്പം, അതിന്റെ നീരിനെ എല്ലാം ചുരുക്കി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി ഈ ഇലമരുന്നുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ തീണ്ടാനാഴിക്കും അല്ലെങ്കിൽ മുക്കുറ്റിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. പിന്നെ ദശപുഷ്പങ്ങളിൽ ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മുക്കുറ്റി ചാന്ത് വളരെ പ്രശസ്തമാണ്. അതെ, രാമായണ മാസത്തിൽ നമ്മൾ പൊതുവെ എല്ലാവരും മുക്കുറ്റി ചാന്ത് തൊടുന്നത് കാണാറുണ്ട്. വളരെ സവിശേഷമാണ്. കാരണം ഇത്
മുക്കുറ്റി ചാന്ത് ധരിക്കുന്ന സമയത്ത് നമ്മുടെ നെഗറ്റിവിറ്റി ശരീരത്തിലേക്ക് വരാതെ ഇരിക്കും. ശരിക്കും ഇത് ചില മാന്ത്രിക വിദ്യകളിലും ഭാരതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓറയെ ശുദ്ധീകരിച്ച് നാഡീ ശുദ്ധി ഉണ്ടാക്കി, അലംബുഷ എന്ന് പറയുന്ന ഒരു പേര് ഇതിനുണ്ട് എന്ന് പറഞ്ഞു, ആ നാഡിയെ കൊണ്ടാണ്. അപ്പൊ നാഡീ ശുദ്ധി വരുത്തി ശരീരത്തെ ശുദ്ധി പ്രക്രിയയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു സസ്യമാണ്. അതുപോലെ തന്നെ ഒരു ഹോമദ്രവ്യമാണ്. ഗണപതി ഹോമത്തിന് ഇത് ഉപയോഗിക്കും. കാരണം എന്താണ്? അന്തരീക്ഷ ശുദ്ധി, ഈ അണുനാശകത്വ സ്വഭാവം ഇതിനുണ്ട്. മാത്രമല്ല ഐക്യം ഉണ്ടാക്കും എന്നൊരു വിശ്വാസം. കാരണം പാർവതി ദേവിയാണല്ലോ ദേവത. അപ്പൊ സാധാരണഗതിയിൽ ഈ ഐകമത്യ ഗണപതി സൂക്ത ഗണപതി ഹോമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേ എല്ലാ ഗണപതി ഹോമത്തിനും ഉപയോഗിക്കും. വിശേഷിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കും. അപ്പം മുക്കുറ്റി ചാന്തിന് വളരെ സവിശേഷതയുണ്ട്. നമ്മുടെ ത്വക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ തിലസക്കാലത്താണല്ലോ നമ്മൾ തിലകം തൊടുക. അപ്പോൾ ആ തിലസക്കാലത്തിന് മുകളിൽ മന്ത്രക്കാലങ്ങളും എന്ന് പറഞ്ഞ 2 വശത്തായിട്ട് മർമ്മസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ ഇതിനെ തൊടുന്ന സമയത്ത് ഈ അലംബുഷ നാഡി പ്രവർത്തിക്കുകയും രക്തചംക്രമണ വ്യവസ്ഥ കുറച്ചുകൂടി സുതാര്യമാവുകയും ചെയ്യും എന്നുള്ള ഒരു ശാസ്ത്രവശം ഈ മുക്കുറ്റിക്കുണ്ട്. ഈ മുക്കുറ്റി ചൂടുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? മുക്കുറ്റി ചൂടുന്നത് നേരത്തെ ഈ പറഞ്ഞതുപോലെയാണ്. അതായത് പൊതുവിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ദൃഷ്ടിദോഷം. അപ്പോൾ ദൃഷ്ടിദോഷം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റൊരാളിൻ്റെ നോട്ടം കൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാവുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ദൃഷ്ടിക്ക് കാഴ്ചപ്പാടിനുള്ള ദോഷത്തെയാണ് ആ വാക്കിൽ പറയുന്നത്. ഇവൻ അലംബുഷ നാഡിയെ ശരിയാക്കുന്നതിൽ കൂടി നമ്മുടെ കാഴ്ചപ്പാട് പോലും ശരിയായി പോകുമെന്നുള്ളതാണ്. അത്ര ശക്തിയാണ് ഇതിനുള്ളത്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ കാണുന്ന ദശപുഷ്പങ്ങളിൽ ഒന്നുകൂടിയാണിത്. അങ്ങനെ ഒരു സവിശേഷതയും ഈ മുക്കുറ്റിക്കുണ്ട്. ഇനിയുള്ളത് നിലപ്പനയാണ്. നിലപ്പന. അപ്പൊ അതിന്റെ ആകൃതി കൊണ്ട് തന്നെയാണ് അതിനെ നിലപ്പന എന്ന് വിളിക്കുന്നത്. ഇതിന് ഭൂതാലി എന്നും മുസലി എന്നും ഒക്കെ പേരുകളുണ്ട്. അപ്പോൾ ധാരാളം കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. പൃഥ്വി അഥവാ ഭൂമി തന്നെയാണ് ദേവത. അപ്പൊ ഈ ദശപുഷ്പങ്ങളിൽ ഇത് ചൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സവിശേഷത ജന്മസാഫല്യം ഉണ്ടാകും. അപ്പൊ ഇത് ദശപുഷ്പങ്ങളിൽ ജന്മസാഫല്യത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇത് വളരെ സവിശേഷമായ ഒന്നാണ്. ശരീരത്തിന് ക്രിയാത്മകമായ എല്ലാ ഊർജവും, സവിശേഷമായി പറഞ്ഞാൽ ഇതൊരു വാചീകരണ ഔഷധം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ മുസലി എന്ന് പേരുള്ള എല്ലാ ഔഷധങ്ങളെയും ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം വാചീകരണ ഔഷധ വിഭാഗങ്ങളിലായിരിക്കും പെടുക. അതിൻ്റെ പ്രധാന ചേരുവ ഇതായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മൂത്രാശയ രോഗങ്ങൾക്ക് കൺകണ്ട ഔഷധമാണ്. അത് പ്രത്യേകിച്ച് ബാലചികിത്സയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വരുന്ന മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് സമൂലം എടുത്ത് നല്ലപോലെ കഴുകി അരച്ച് പാലിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ വിഷഹരമാണ്. ചെറിയ ചെറിയ പ്രാണികൾ കടിച്ചിട്ടുള്ള വിഷത്തിന് ഇത് അരച്ച് പുരട്ടിയാൽ മതിയാവും. ഉദാഹരണത്തിന് തേനീച്ച. എല്ലാ തേനീച്ചയും കടിക്കുമ്പോൾ വിഷം ഉണ്ടാവണമെന്നില്ല, എന്നാൽ ചില സമയത്ത് അതിൻ്റെ ആ കൊമ്പ് തറച്ചിട്ട് ചെറിയ ഒരു സ്കിൻ പ്രശ്നം വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഇത് അരച്ച് പുരട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിഷഹരമാണ്, രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ്. അപ്പം മുസലി ഖതിരാദി കഷായം, മുസലി കഥക ഖതിരാദി അരിഷ്ടം ആസവം ഇത്യാദി ഔഷധങ്ങളിലെല്ലാം ഇതൊരു പ്രധാന ചേരുവയാണ്. ത്വക്ക് രോഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടാണല്ലോ മുസലി ഖതിരാദിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് പ്രമേഹകരമാണ്, പ്രമേഹത്തെ കുറയ്ക്കും. ഇത് വിദേശ രാജ്യങ്ങളിൽ ഒരു രാജ്യത്ത് ഇത് ഉപയോഗിക്കും, അത് ഫിലിപ്പീൻസിലാണ്. അവിടെ അവർ ചുമയ്ക്ക് ഇതിൻ്റെ ഇല അരച്ച് നീര് സേവിക്കാറുണ്ട്. അങ്ങനെ ഒരു സവിശേഷത ഇതിനുണ്ട്. ഇത് അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണത്. അതുപോലെ വരാഹാദിഘൃതം എന്ന് പറയുന്ന ഒരു ഔഷധത്തിൻ്റെ പ്രധാന ചേരുവയും കൂടിയാണ്. അപ്പോൾ ഇത് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചില പ്രഗന്ധങ്ങൾ വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് പോലെ ഇത് രൂപപ്പെടും. ഇതാ കാണാമോ? കടുകുമണി പോലെ. കടുകുമണി, എള്ളു മാതിരി അതിങ്ങനെ വരും. അത് ഓരോന്നിനകത്തും 4, 5, 6 ഒക്കെ ഉണ്ടാവും. കാണുന്നില്ലേ? ഇത് കയ്യിൽ വരും. ശരിക്കും ഇതാണ് ഇതിന്റെ വാചീകരണ ശക്തി, ഈ വിത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നിലപ്പനയുടെ
സവിശേഷത. അടുത്തത് ഉഴിഞ്ഞിയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയ ഒരു വലിയ ചെടി തിരുതാളിയും ഉഴിഞ്ഞിയും ഉഴിഞ്ഞി. രണ്ടും വളരെ വലുതാണ്. ഇതിന് ഇന്ദ്രവല്ലി എന്നും കർണസ്ഫോട, ഗംഭീര്യമുള്ള പേരാണ്. ഗാംഭീര്യമുള്ളൊരു പേരാണ്. കർണസ്ഫോട എന്നൊക്കെ പേരുണ്ട്. ഇതിന് പാവലിന്റെ ഇലകളോട് ചെറിയൊരു സാമ്യമുണ്ട്. കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ഈ മർമ്മ ചികിത്സയിൽ വളരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ഇപ്പൊ വിഷവൈദ്യന്മാർ, പിള്ളവൈദ്യന്മാർ, കണ്ണുവൈദ്യന്മാർ എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഉളുക്ക് വൈദ്യന്മാർ, ഉഴിഞ്ഞാന്നുള്ള വാക്കിൽ തന്നെ അതുകൊണ്ട്. അപ്പൊ ഇതിനെ അരച്ച് അത് പുരട്ടി ഈ മടലിന്റെ ചെറിയ ചീളി കൊണ്ട് ഉഴിഞ്ഞ് ആ ഉളുക്ക് മാറ്റുന്ന ഒരു സമ്പ്രദായം. അതിന് ചില മന്ത്രപ്രയോഗങ്ങളും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സവിശേഷത ഇതിനുണ്ട്. അപ്പോൾ കർണസ്ഫോട എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കാതടവിന് ഇത് ഉപയോഗിക്കുമെന്ന് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മൂത്രളമാണ്. നേരത്തെ പറഞ്ഞ പോലെ മൂത്രാശയ ശുദ്ധി വരുത്താൻ ഏറ്റവും നല്ലതാണ്. പിന്നെ മറ്റൊരു സ്വഭാവം കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും. അപ്പോൾ അങ്ങനെ വലിയ മലബന്ധം വരുന്നവർക്ക് പോലും ഇതിൻ്റെ ഇല, ഇത് സന്ധ്യയ്ക്ക് ശേഷം ഒരു സസ്യം എടുക്കാൻ പാടില്ല. അപ്പോൾ രാത്രികാലങ്ങളിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ നേരത്തെ കൂട്ടി ഇതെടുത്ത് സൂക്ഷിക്കണം. കാരണം എല്ലാ സസ്യങ്ങളും രാത്രികാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുമെന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഇലനീര് അങ്ങനെ സേവിച്ചാൽ ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം മാറും. മലം അയഞ്ഞു പോകുന്ന ഒരു സുഖമായ അവസ്ഥയിലേക്ക് വയറിനെ കൊണ്ടെത്തിക്കാൻ ഇതിന് സാധിക്കും. അതുപോലെ പനിക്കും താളികൾ, മറ്റ് ഇലകളൊക്കെ ഉപയോഗിക്കുമല്ലോ, ചെമ്പരത്തിയും നമ്മുടെ തിരുതാളിയും ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കും. മുടിക്ക് നല്ലതാണ്. ആ മുടിക്ക് വളരെ സവിശേഷമാണ്. അത് ഇത് വളരുന്നത് പോലെ മുടി വളരും എന്നാ പറയാ. ഇതൊരു 2-4 മീറ്ററൊക്കെ നീളത്തിൽ അങ്ങനെ വളരുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ ദശപുഷ്പങ്ങളിൽ ഇതിന് പറഞ്ഞ പോലെ മറ്റേതിൻ്റെ തിരുതാളിയുടെ വള്ളിച്ചെടിയാണ്, വലിയ പൂവാണെങ്കിൽ ഇതിന് അത്രയും വലിയ പൂവില്ല, ചെറിയ മഞ്ഞ പൂക്കളാണ് ഇതിനകത്ത് വരിക. ദശപുഷ്പങ്ങളിൽ ഇത് ചൂടുന്നത് കൊണ്ട് സൗന്ദര്യം വർദ്ധിക്കും എന്നൊരു വിശ്വാസം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ വൃഷ്ണവീക്കം, ഹൈഡ്രോസിൽ പോലെയുള്ള ചില സാധനങ്ങൾ ഇത് അരച്ചു പുരട്ടിയാൽ, അതായത് മൊത്തത്തിൽ നീര് വറ്റിക്കുന്ന ഒരു സ്വഭാവം പുറമേ ഉപയോഗിക്കുമ്പോൾ പോലും ഈ ചെടിക്കുണ്ട്. വാതാഹരം, വാദത്തിനെ കുറയ്ക്കുന്നുണ്ട്. ചില എണ്ണകളിൽ, വാദത്തിനുള്ള ചില എണ്ണകളിൽ നമ്മളിത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പത്രകേസരി തൈലം അല്ലെങ്കിൽ ഇലത്തൈലം നമ്മൾ മലയാളത്തിൽ പറയും. അതിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചില യോഗങ്ങളിൽ ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിൽ അശവെണ്ണ എന്ന് നമ്മുടെ തെക്കൻ സമ്പ്രദായത്തിൽ പറയും, അയവെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ ഉളുക്കിനെ കുറയ്ക്കും. അപ്പോൾ മസിൽ സ്റ്റിഫായി പോകും. അത്തരം സാഹചര്യങ്ങളിലുള്ള ഔഷധങ്ങളിൽ ആണ് കൂടുതൽ ഈ ഉഴിഞ്ഞ ഉപയോഗിക്കുന്നത്. ഇതിന് മറ്റൊരു ചില പ്രയോഗങ്ങളുണ്ട്. ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് ആവണക്കെണ്ണ അതിൽ വേവിക്കും. അത് നന്നായിട്ട് വേവിച്ചിട്ട് അതിനെ എടുത്ത് അരയ്ക്കും. അങ്ങനെ അരച്ച് പുരട്ടിയാൽ ഈ വാതനീര്, സന്ധികളിൽ വീക്കം വന്നിട്ട് നീര് വരും, അതെല്ലാം ഇത് മാറ്റും. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്ത്രീജന്യ രോഗത്തിന് ഇത് വളരെ കൺകണ്ട ഔഷധമാണ്. അതായത് പിന്നെ ഇത് ആർത്തവ രക്തം തടസ്സം വരുന്ന സ്ത്രീകൾക്ക് ഇതിൻ്റെ ഇല വറുത്തരയ്ക്കും. ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് വറുത്തരച്ചിട്ട് അത് അടിവയറിൽ പുരട്ടി കൊടുക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ തടസ്സമുള്ള ആർത്തവ രക്തം സുഖമായി പോവുകയും, അതല്ലാത്ത പക്ഷം സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത, അണുബാധ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ കൃത്യമായി നടക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്ത്രീയെ പ്രകൃതി എന്ന് പറയുന്നത് ഈ ഒരു സവിശേഷത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രകൃതിയുടെ സ്വഭാവത്തിന് നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇതൊരു കൺകണ്ട ഔഷധം കൂടിയാണ്. അപ്പോ അടുത്തത് ചെറുളയാണ്. ചെറുള ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ ബലികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലാണ്. ശരിക്കും ഇതിന് ബലിപുഷ്പം എന്നൊരു പേരുണ്ട്. അതുപോലെ ഭാദ്രിക എന്നൊരു പേരുണ്ട്. വിചിത്രമായ ഒരു പേരുണ്ട്, ഗോരക്ഷ ഗഞ്ച. ലഘുവായ മാത്രയിൽ പശുക്കളെ രക്ഷിക്കുന്ന ഒരു ഗഞ്ച സ്വഭാവം അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബലിപുഷ്പം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന് മലയാളത്തിലൊരു പേരുണ്ട്, പിണ്ണാക്കിലക്കറി എന്ന് പറയും. പിണ്ണാക്കിലക്കറി എന്ന്.
അപ്പൊ അതിന്റെ ആ പൂക്കളും തണ്ടും ചേർത്ത് ചവച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്വാദുമായി ഇതിന് ബന്ധമുണ്ട്. ഓ. എന്നാൽ ഇതിന്റെ ഇല തോരനൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കും. ആ. അത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ്. ഉദരകൃമിയെ നശിപ്പിക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവം ഇതിനത് കൈതോന്നിക്കും ഒക്കെ ഉണ്ട് ആ ഒരു സ്വഭാവം. പക്ഷെ ഇവന് കുറച്ച് കൂടുതലാണ് ഈ സസ്യത്തിന്. ഇതിന്റെ ദേവത യമധർമ്മനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദശപുഷ്പങ്ങളിൽ ഇത് ചൂടുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. അത് ദീർഘായുസിന് വേണ്ടിയിട്ടാണ് ഇവന് ഉപയോഗിക്കുക. ഇത് മൂത്രാശയ കല്ലിനെ ദ്രവിപ്പിക്കും. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇതിന്റെ ഇലനീര് രാവിലെ വെറും വയറ്റിൽ സേവിച്ചാൽ ഈ കല്ലിനെ ഉരുക്കിക്കളയും, കല്ലിനെ അലിയിച്ച് കളയും. അതുപോലെ ഗർഭിണികൾക്ക് ചില ആൾക്കാർക്ക് രക്തസ്രാവമുണ്ട്. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും, ഈ പീരിയഡ്സ് വരുന്നതാണോ? അങ്ങനെ അല്ല, ഗർഭസ്രാവം ചില ആൾക്കാർക്ക് രക്തം അങ്ങനെ വരാറുണ്ട്. ആ സാഹചര്യങ്ങളിലും ഇതിന്റെ ഇലനീര് വളരെ ലഘുവായ മാത്രയിൽ വൈദ്യനിർദ്ദേശാനുസരണം നമ്മൾ പ്രയോഗിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് കൂടി ഇതിനുണ്ട്. വേറൊരു വലിയ കഴിവാണ്, ഇതൊരു കൃമിനാശിനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വേംസ് ഒക്കെ ഉള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഉപയോഗിക്കാം. അത് അരച്ചുരുട്ടിയിട്ട് രാത്രി കഴിക്കുകയോ നേരത്തെ എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ വെറും വയറ്റിൽ കാലത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യാം. ചില ദിക്കുകളിൽ ഇത് പഴങ്കഞ്ഞിയുടെ വെള്ളത്തിൽ ചേർത്തിട്ടും ഈ കൃമിഘ്നമായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജ്വരഹരമാണ്. ചില സാധാരണ പനികളിൽ ഇതിനെ സമൂലം ഒന്ന് ചതച്ച് കഷായം വെച്ചിട്ട് ജീരകവും ചേർത്ത് കഷായം വെച്ചിട്ട് കൊടുത്താൽ സാധാരണ പനികളെല്ലാം, ഇൻഫ്ലുവൻസ പോലത്തെ ചെറിയ പനികളെല്ലാം അങ്ങ് മാറിക്കോളും. ഗർഭിണികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 7-ാം മാസം മുതൽ ഇത് പാൽ കഷായം വെച്ചു. കാരണം ഈ പറഞ്ഞ വായു സംബന്ധമായ പ്രശ്നം വഴിയും ഈ വയറിനകത്ത് ഏതെങ്കിലും വേംസ് പോലെയുള്ള പ്രശ്നങ്ങൾ വഴിയും അതുപോലെ തന്നെ രക്തശുദ്ധി ഉണ്ടാവും. അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ സാധാരണഗതിയിൽ ബല കുറുന്തോട്ടി 1-ാം മാസം മുതൽ കൊടുക്കാം എന്ന് പറയും. ഓരോ മാസത്തിലും ഓരോ ഔഷധം പറയുന്നുണ്ട് പാൽ കഷായത്തിൽ. പക്ഷെ 7-ാം മാസം മുതൽ തുടരെ പ്രസവം വരെ ഇത് കൊടുക്കാം എന്നൊരു വിധി ആയുർവേദത്തിലുണ്ട്. ഇനി നമുക്ക് 10ാമത്തെ പുഷ്പമായിട്ട് പറയാൻ പറ്റുന്നത് മുയൽച്ചെവിയനാണ്. ഈ മുയൽച്ചെവിയന് നമ്മുടെ പൂവാങ്കുരുന്നിലയോട് നല്ല സാമ്യമുണ്ട്. പക്ഷെ ഇവൻ അത്രത്തോളം വളരൂല. ഇതിന്റെ പുഷ്പങ്ങൾ മാത്രമാണ് മേലേക്ക് വരുന്നത്. ഇതിന്റെ മുയലിന്റെ ചെവിയോട് ചെറിയൊരു സാമ്യം ഉള്ളത് കൊണ്ടായിരിക്കും മുയൽച്ചെവിയൻ. ഇതിന്റെ ദേവത കാമദേവനാണ്, പഞ്ചബാണനാണ് ഇതിന്റെ ദേവത. അപ്പോൾ ഇതും സൗന്ദര്യവർദ്ധകം ആണ് ഇതിന്റെ പുഷ്പം ചൂടിയാൽ എന്നാണ് ദശപുഷ്പങ്ങളുടെ ചൂടലിന്റെ അർത്ഥം. ഇതിന് ശശശ്രുതി, അതായത് ശശം എന്ന് പറയുമ്പോൾ മുയലാണല്ലോ, ശ്രുതി എന്ന് പറയുമ്പോൾ ചെവി എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ സംസ്കൃതത്തിൽ അങ്ങനെ ഒരു പേരുണ്ട്. അതുപോലെ തന്നെ സംബരി, ഇതിനെ നാരായണപ്പച്ച എന്ന് പറയും, എഴുത്താണിപ്പച്ച എന്ന് പറയും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായി കാണുമല്ലോ. പണ്ട് കാലത്ത് എഴുത്തിനുള്ള ആണിമഷിയായി ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടിലെ പ്രധാന ചേരുവ ഈ മുയൽച്ചെവിയനായിരുന്നു. അത് ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു പേര് കൂടി ഇതിനുണ്ട്, എഴുത്താണിപ്പച്ച എന്നൊരു പേര് കൂടിയുണ്ട്. ഇതിന് തിരുദേവി എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ സവിശേഷമായ ഐശ്വര്യം ഉണ്ടാക്കുന്ന, സൗന്ദര്യം ഉണ്ടാക്കുന്നതാണ്. പനിയെ കുറയ്ക്കും, ജ്വരഹരമാണ്. മറ്റ് ദശപുഷ്പങ്ങളെ പോലെ തന്നെ ഇത് ജ്വരഹരമാണ്. മറ്റൊരു പ്രധാന സവിശേഷത, ഇതിൻ്റെ നീര് രാവിലെ എടുത്തിട്ട് നമ്മൾ നസ്യം ചെയ്താൽ നാസാർസസ്, മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചത വളരുന്ന രോഗമുണ്ടല്ലോ, അത് നിശേഷം മാറും. വിത്തിൻ ഡേയ്സ് അത് കൃത്യമായി മാറും. അത്ര ശക്തിയാണത്. അതുപോലെ തന്നെ ചെന്നിക്കുത്തുവര, ഒരു വശത്ത് വരുന്ന തലവേദന ഉണ്ടല്ലോ, മൈഗ്രെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഇടത് ഭാഗത്താണ് നമുക്ക് തലവേദന വരുന്നതെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് വലത് കാലിലെ തള്ളവിരലെ കെട്ടിവെക്കും. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ആ വേദന മാറും. ഇതൊരു ഒരാഴ്ചയൊക്കെ തുടർന്നാൽ പൂർണ്ണമായും ആ സുഖം മാറും എന്നൊരു സവിശേഷതയുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ വേഗതയേറിയ ജീവിതത്തിൽ ആരും ഇത് ചെയ്യാനുള്ള ഇത് കാണിക്കാറില്ല. പക്ഷെ അങ്ങനെ ഒരു ശക്തി ഈ പൂവാങ്കുരുന്നില, ഇത് മുയൽച്ചെവിയന് അങ്ങനെ ഒരു ശക്തി കൊണ്ട് പൂവാങ്കുരുന്നിലയുമായി സാമ്യം ഉള്ളതുമാണ്. ആ പൂവാങ്കുരുന്നിലേക്കും ഈ മൈഗ്രേനെ മാറ്റുന്ന ഒരു ശക്തി ഉള്ളതാണ്. വിരകൾ, വയറിനകത്ത് വലിയ വിരകൾ ഉണ്ടായാൽ ഇതിനെ അരച്ചുരുട്ടി, മുതിർന്നവർക്ക് അരച്ച് ഒരു ഉരുള രാത്രി കഴിക്കുന്ന പ്രയോഗമുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിന്റെ ഇലച്ചാർ കൊടുത്തിട്ട് ഈ വിരകൾ തന്നെ പുറത്തു വരും. അങ്ങനെ ഒരു ശക്തി കൂടി ഇതിനുണ്ട്.
അതുപോലെ കണ്ണിന്റെ എല്ലാ രോഗങ്ങൾക്കും ഇത് ഈ സഹായിക്കും. നേത്രതർപ്പണം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. കണ്ണിനെ നേത്രവസ്തിയൊക്കെ വെച്ചിട്ട് ഇത് ഇതിന്റെ ഇലച്ചാറ് നിർത്തിയിട്ട് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട്. രക്ത അർശസിനെ കുറയ്ക്കും, അതായത് ബ്ലീഡിംഗ് ഉള്ള പൈൽസിനെ വളരെ പെട്ടെന്ന് ഇവൻ കുറയ്ക്കും. അത്രയും ശക്തി വിശേഷം ഉള്ളവനാണ് ഈ നീർച്ചയ്ക്ക്. മറ്റൊരു പ്രധാന പ്രത്യേകത, ചന്ദ്രനെ വളരെയധികം സ്വാധീനിച്ച് അട്രാക്ട് ചെയ്യുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളിയുടെ അംശമുണ്ട് എന്ന് പറയുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിൽ. അങ്ങനെ ഒരു സവിശേഷം നിറഞ്ഞ സസ്യമാണ്. ചുമയ്ക്കും നല്ലതാണ്. ചുമയ്ക്ക് നല്ലതാണ്. ചുമയ്ക്കതിന്റെ നീരും ഇന്ദുപ്പും കൂട്ടിയിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ ചില ദിക്കുകളിൽ നമ്മൾ ചുക്ക് കാപ്പി പ്രയോഗിക്കുമല്ലോ, അതിലും ചിലര് കൃഷ്ണ തുളസി ഇലയോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇതാണ് ദശപുഷ്പങ്ങളുടെ പ്രത്യേകതകൾ. ഇനി നമ്മള് ഇപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു സേവിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അരിഷ്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇത് ചൂടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് നമ്മളൊരു പുഷ്പം ചൂടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനെ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് എഫക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിന്റെ എഫക്ട് ഉണ്ടാവും. അതായത് നമ്മളൊരു തലവേദന, നമ്മളൊരു ബാം പുരട്ടുമ്പോൾ എങ്ങനെയാണ് അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുന്നത്? അതിന്റെ ഔഷധം ത്വക്കിൽ കൂടി പ്രവർത്തിക്കുകയും അതിൽ നിന്നൊരു ചൂടുണ്ടാവുകയും അവിടത്തേക്ക് രക്തം വളരെ പെട്ടെന്ന് വരികയും ചെയ്യുക. അപ്പോൾ ഒരു സ്പർശനം നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കും. അച്ഛൻ്റെ സ്പർശനം കൊണ്ട് നമുക്ക് വാത്സല്യം ഉണ്ടാവും, ഭർത്താവിൻ്റെ സ്പർശനം കൊണ്ട് നമുക്ക് അഭയം ഉണ്ടാവും, കുഞ്ഞുങ്ങളുടെ സ്പർശനം കൊണ്ട് നമുക്ക് വാത്സല്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പുഷ്പങ്ങൾ നമ്മൾ ചൂടുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒന്ന് അടിക്കുന്ന സമയത്ത് ഇവിടെ തിമിർത്ത് വരും. എങ്ങനെയാ തിമിർപ്പ് വരിക? അതൊരു സ്പർശനമാണ്. അപ്പൊ അവിടേക്ക് വളരെ പെട്ടെന്ന് ശരീരം നീരിനെ അയക്കും. കാരണം രണ്ടാമതൊരു ക്ഷതം അവിടെ ഉണ്ടായാൽ ശരീരത്തിന് ദോഷകരമായി ഭവിക്കരുത്. അപ്പോൾ ശരീരം അത്രയും സെൻസിറ്റീവാണ്. നമ്മൾ വിചാരിക്കും ശരീരം ഇത് ചൂടിയോണ്ട് എന്താ വിശേഷം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ വളരെ സെൻസിറ്റീവ്. നമ്മുടെ രോമങ്ങൾക്ക് പോലും ഈ സ്പർശന ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇത്രയും വീര്യമുള്ള സസ്യങ്ങളാണ്. അപ്പൊ അതിന്റെ വീര്യം ഉറപ്പായും നമ്മുടെ ശരീരത്തിനെ ആകർഷിക്കുകയും അതിന് ഗുണം ഉണ്ടാക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. ഇപ്പൊ നമ്മൾ ഈ 10 പുഷ്പങ്ങളുടെയും പ്രത്യേകതകൾ പറഞ്ഞു. പക്ഷെ ഇത് 10ഉം കൂടി ഒപ്പം ചെയ്യുന്ന എന്തെങ്കിലും ഔഷധങ്ങൾ ഉണ്ടോ? അതൊരു രസകരമായ ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ദശപുഷ്പങ്ങൾ ചൂടുന്ന ചടങ്ങ് 10ഉം ചേർത്തിട്ടാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ എവിടെയും ഇത് 10ഉം ഒരുമിച്ച് ചേർത്തിട്ട് ഒരു പ്രയോഗം, ഔഷധ പ്രയോഗം ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഓരോന്നിനും ചിലതിന് ഉഷ്ണവീര്യമാണ്, ചിലതിന് ശീതവീര്യമാണ്, അങ്ങനെയുള്ള ഒരു സ്വഭാവം. അതുപോലെ മനുഷ്യനുള്ളതുപോലെ തന്നെ സസ്യങ്ങൾക്കും വാതപിത്ത കഫങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. അപ്പൊ ആ ഒരു ബാലൻസ് ഒത്തു വരാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആചാര്യന്മാർ അങ്ങനെ ഒരു ഔഷധ പ്രയോഗം നടത്തി കാണാത്തത്. പിന്നെ എനിക്കറിയാത്തതാണ്, ചിലപ്പോൾ ഇനി ഉണ്ടാകാം. പക്ഷെ ഞാൻ എവിടെയും ഇത്രയും കാലത്ത് അനുഭവത്തിനിടയ്ക്ക് അങ്ങനെ ഒരു പ്രയോഗം 10ഉം ചേർത്തൊരു പ്രയോഗം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കുറുക്ക് പോലും ഉണ്ടാക്കി കഴിക്കുന്നതായിട്ട് കാണാറില്ല. ആകെ നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യം, ചില ദേശങ്ങളിൽ അത് അത്ര ശാസ്ത്രീയമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല. കർക്കിടക കഞ്ഞി പോലുള്ള ചില കൂട്ടുകളിൽ ഇത് ചിലർ ചെയ്യുന്നതായിട്ടൊക്കെ ഈ ചില വീഡിയോസൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശാസ്ത്രീയമാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വൈദ്യനെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ അറിയില്ല. കാരണം മറ്റു പ്രയോഗങ്ങളിൽ എവിടെയും 10 ഒരുപോലെ പ്രയോഗിച്ചാൽ കണ്ടിട്ടുണ്ട്. ഈ 10ഉം ഒരു സ്ഥലത്ത് വളരുന്ന ചെടികളാണോ അതോ അങ്ങനെ? ഈ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ദശപുഷ്പങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തന്നെ ഇപ്പോ കുറച്ച് നമുക്ക് ലഭ്യത കുറവുള്ളത് വിഷ്ണുക്രാന്തിയാണ്. വിഷ്ണുക്രാന്തി കുറച്ച് വെയില് നല്ലപോലെ ഏൽക്കുകയും മണ്ണ് ചൂടാവുകയും ചെയ്യുന്ന സ്ഥലത്ത്, അതായത് കുറച്ച് ഊഷരമായ ഭൂമിയിലാണ് വളർന്ന് കാണാറുള്ളത്. നമ്മുടെ ഈ തിരുവനന്തപുരം ഈ ഭാഗത്തൊക്കെ ഉയർന്ന സ്ഥലങ്ങളിൽ, ഈ വെള്ളം അധികം എത്താത്ത സ്ഥലങ്ങളിൽ മരച്ചീനി നടാറുണ്ട്. ആ മരച്ചീനിയുടെ ഇടയിലൊക്കെയാണ് ധാരാളമായി വിഷ്ണുക്രാന്തി കാണാറുള്ളത്. അല്ലെങ്കിൽ വെയിൽ നേരിട്ട് പതിക്കുന്ന സ്ഥലങ്ങളിലാണ്, വൃക്ഷങ്ങളുടെ തണലോ മറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ധാരാളമായി വിഷ്ണുക്രാന്തി കാണുന്നില്ല. ഇന്നിപ്പോൾ ചില നഴ്സറികളൊക്കെ ഈ വിഷ്ണുക്രാന്തി മാത്രമായി സവിശേഷമായി വില കൂട്ടി വിൽക്കാറുണ്ട്, അതിൻ്റെ തൈകൾ. കാരണം അതിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ നമുക്ക് പാലിക്കാം. നമ്മൾ ശരിക്കും എല്ലാ വീടുകളിലും ഒരു സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നിർമ്മിച്ച് ഈ 10 സസ്യങ്ങളെയും വളർത്തണം.
കാരണം നമ്മൾ 10 ദേവതമാരെ തൊഴുന്ന ദർശനം ചെയ്യുന്ന ഒരു പുണ്യം അതിനുണ്ട്. പിന്നെ അതിൻ്റെ സമീപത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്പർശനത്തിനുള്ളതുപോലെ ദർശനത്തിനും ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റി ഉണ്ടാവും. ചിലരെ രൂപം നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമുക്കൊരു ക്രിയാത്മകമായ ഊർജ്ജം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്വഭാവം ഉള്ളത് ദർശനത്തിനുണ്ടല്ലോ. അപ്പോൾ ആ ദർശനം നമുക്ക് ഈ ദേവതമാരുടെ ഒരു സ്വാധീനം നമ്മുടെ മനസ്സിലേക്കുണ്ടാവും. കാരണം നമുക്കറിയാമല്ലോ ഇത് ഇന്ന ദേവതയാണ്, ഇത് ഇന്ന ദേവതയാണ്. അപ്പോൾ ആ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ വരികയും നമുക്ക് ക്രിയാത്മകമായ ഒരു ഊർജ്ജം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ അത് ആ ഔഷധത്തിൽ തട്ടിയുള്ള കാറ്റ് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ക്രിയാത്മകമായ എനർജി സർക്കുലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ രാമായണത്തിൽ പറയുന്നില്ല, ഔഷധത്തിന് കാറ്റ് തട്ടിയ നേരത്ത് എല്ലാവരും ആലസ്യം വിട്ട് എണീറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഔഷധത്തിന്റെ കാറ്റിന് അങ്ങനെ ഒരു ശക്തി ഇല്ലേ? ഉണ്ട്. ഇപ്പൊ കാർബൺ മോണോക്സൈഡിനും മറ്റതിനൊക്കെ ശക്തിയുണ്ട്, പക്ഷെ ഔഷധത്തിന് ശക്തി ഇല്ലെന്നാണോ? അപ്പോൾ ഇത്തരത്തിലൊരു ശക്തി ഔഷധത്തിന്റെ കാറ്റിനും ഉണ്ടാവും. അത് എനിക്ക് ചില അനുഭവങ്ങളുള്ളത്, ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ നല്ല തുളസിയുടെ ആകൃതിയിൽ ഒരു സസ്യത്തെ കണ്ടു. അപ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ തുളസിയെ എടുത്തിട്ട് ഞാൻ മണത്തപ്പോൾ എനിക്ക് നല്ല സുഗന്ധം അനുഭവപ്പെട്ടു. വേറൊരാള് എൻ്റെ കൂടെ വന്ന ആള് എടുത്തിട്ട് നല്ലപോലെ അത് തിരുമ്മി മണപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു മണമല്ല, ഇതൊരു സാധാരണ പച്ചിലയാണ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾ ഇനി തുടരണ്ട, എനിക്കൊരു മനസ്സിലൊരു സംശയം ഉണ്ടാകും. ഞാൻ അതിൻ്റെ ഒരു ഇല ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് മൂക്കിൽ പിടിച്ചിട്ട് മണമുണ്ടോ നോക്കാം. ഇപ്പോൾ മണമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? ആ ഇലയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. അതൊന്ന് തിരുമ്മിക്കഴിഞ്ഞാൽ അതിൻ്റെ മണം പോകും. ഇല പൊട്ടിച്ചാൽ മണമുണ്ടാവും. അപ്പോൾ അതിൻ്റെ മണം യഥാർത്ഥത്തിൽ അതിനൊരു അയമോദകത്തിൻ്റെ മണമായി. പക്ഷെ തുളസിയുമാണ്. എന്തായാലും ഞാനത് അതിൻ്റെ തൈ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് നട്ടിട്ടുണ്ട്. അയമോദക തുളസി ഞാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തുളസി ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ തുളസി തന്നെയാണ് അതിൻ്റെ വിത്തും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. രാമതുളസി മാതിരി ഒക്കെ നിൽക്കും. അപ്പോൾ ഇത്തരത്തിൽ സസ്യങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെമ്പരത്തി സ്വർണത്തിൻ്റെ അംശം. അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഈ ശീതളാസവം പോലെയുള്ള ചെമ്പരത്തി പൂ കൊണ്ട് സ്ക്വാഷ് ഒക്കെ ഉണ്ടായി കൊടുക്കുന്ന സമ്പ്രദായം. പക്ഷേ നമ്മളിപ്പോൾ വ്യാപകമായി അത് ചെയ്തുകൊണ്ട് അങ്ങനെ സ്വർണം നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും ചെമ്പരത്തി നട്ട് വളർത്തി സ്വർണം വേർതിരിച്ചെടുക്കണമായിരുന്നു. പക്ഷെ അത് വളരെ സൂക്ഷ്മ ഭാഗത്തിലാണ്. സ്വർണം ഉണ്ട് എന്നുള്ളത് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് ചില പ്രയോഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ നേരത്തെ സഹദേവി എന്ന് ഗുഹാകുരുത്തിൽ പറഞ്ഞ ഒരു ചേരുവയാണ് ചെമ്പരത്തിപ്പൂ, സഹദേവി വെളിച്ചെണ്ണ. അത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. മനസ്സിൽ വളരെ സാത്വികമായ ചിന്തയോടുകൂടി ശുദ്ധഭാവനയോടുകൂടി അതിനെ സംസാരിക്കാതെ എടുത്തു കൊണ്ടുവന്ന് പ്രയോഗിച്ചാൽ ആ സ്വർണത്തിൻ്റെ അംശം നമ്മൾ ഉണ്ടാക്കുന്ന ഔഷധത്തിലേക്ക് വരും. അതുപോലെ വാഴ ഇലയിൽ ഊണ് കഴിക്കുന്നു. സസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വന്നതാണ്. വാഴ ഇലയിൽ ഊണ് കഴിക്കുന്നതിന് വേറെ എന്തെല്ലാം ഇലകളുണ്ട്. എന്തുകൊണ്ട് ആ ഇലകളൊന്നും നമ്മൾ സ്വീകരിച്ചില്ല? ഒന്ന്, വാഴ ഇലയിൽ സ്പേസ് ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വാഴ ഇല ചന്ദ്രനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് വെള്ളിയുടെ സാന്നിധ്യം. വാഴയില നല്ല തളിരായി നിൽക്കുന്ന ഒരു വാഴയിലയുടെ പുറകുവശം നമ്മളിങ്ങനെ നോക്കിയാൽ അതിലൊരു തിളക്കം കാണാം. അതിനൊരു വെള്ളിയുടെ നിറവും ഉണ്ടായി. അപ്പോൾ ആ വാഴയിലയിൽ ചൂട് ഭക്ഷണം നമ്മൾ വിളമ്പുമ്പോൾ ആ ഇല ഒന്ന് വാടിയിട്ടൊരു മണമുണ്ട്. അത് കഴിക്കുന്ന സമയത്ത് ഈ വേംസ് ഒക്കെ ദശിക്കാനും നമ്മുടെ ശരീരം ഒന്ന് തണുക്കാനും ആണ് കാരണമാവും. കാരണം ചന്ദ്രന്റെ സ്വാധീനം, വെള്ളിയുടെ സ്വാധീനം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഓരോ സസ്യങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്പർശനം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദർശനം കൊണ്ടും നമുക്ക് അതിൻ്റെ ശക്തി നേടാവുന്നതാണ്. പക്ഷെ അത് വിദ്യാമണ്ണം നമ്മൾ അനുഷ്ഠിക്കണം. എന്തായാലും ഒരുപാട് നന്ദി ഈ ദശപുഷ്പങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. നന്ദി. നമസ്കാരം. നമസ്കാരം.